Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സ്ലീഹാകാലം 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയിലൂടെ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും വഴികാട്ടുന്ന പ്രകാശമാണ് ദൈവവചനം. ഇന്നത്തെ തിരുവചനങ്ങൾ ദൈവവചനത്തിൻ്റെ മഹത്വവും അതിനോടുള്ള അനുസരണവും പ്രഘോഷണ ദൗത്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിത്യജീവന്റെ വചനങ്ങൾ നിനക്കുണ്ട് എന്ന വിശുദ്ധ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം ഇന്നും ഓരോ ക്രൈസ്തവന്റെയും ഹൃദയ വിളിയാകണം. ഇന്നത്തെ വായനകൾ നമ്മെ 3 പ്രധാന സത്യങ്ങളിലേക്ക് നയിക്കുന്നു. ദൈവവചനം ജീവിതത്തിൻ്റെ അടിസ്ഥാന നിയമമാണ്. ദൈവവചനം പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. ദൈവവചനം സ്വീകരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യരും സുവിശേഷ പ്രഘോഷകരും. ആദ്യത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പനകൾ നൽകുന്നു. ഈ കൽപ്പനകൾ വെറും നിയമങ്ങൾ മാത്രമല്ല, ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും അധിഷ്ഠിതമായ ജീവിതത്തിലേക്കുള്ള മാർഗരേഖകളാണ്. ദൈവം ആദ്യം തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. പിന്നീട് അവർക്ക് നിയമം നൽകുന്നു. അതായത് കൽപ്പനകൾ ശിക്ഷയുടെ ഉപാധിയല്ല, സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാനുള്ള വഴിയാണ്. മനുഷ്യൻ ദൈവവചനത്തിന് അനുസരിച്ച് ജീവിക്കുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഇന്നത്തെ ലോകം സ്വാതന്ത്ര്യത്തെ പലപ്പോഴും എനിക്കിഷ്ടമുള്ളത് ചെയ്യുവാനുള്ള അവകാശം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ക്രിസ്തീയ ദർശനത്തിൽ സ്വാതന്ത്ര്യം ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുവാനുള്ള കഴിവാണ്. ദൈവവചനം നമ്മെ തെറ്റായ വഴികളിൽ നിന്ന് സംരക്ഷിക്കുകയും ശരിയായ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സംഭവിക്കുന്ന പല പ്രതിസന്ധികളുടെയും അടിസ്ഥാനം ദൈവവചനത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. സത്യം, വിശ്വസ്തത, ആദരവ്, വിശുദ്ധി, നീതി എന്നിവ നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങളും തകരുന്നു. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ അടിത്തറ ദൈവവചനമാകണം. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ ഏശയ്യായുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നാം കേൾക്കുന്നു. ദൈവം സംസാരിക്കുമ്പോൾ അത് വെറുതെ ആകുന്നില്ല. അവിടുത്തെ വചനം മനുഷ്യ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന ശക്തിയുള്ളതാണ്. ചരിത്രത്തിലുടനീളം അനേകം വിശുദ്ധരുടെ ജീവിതം ദൈവവചനത്താൽ രൂപാന്തരപ്പെട്ടു. വിശുദ്ധ അഗസ്തീനോസ് എടുത്തു വായിക്കുക എന്ന വിളി കേട്ട് വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി സുവിശേഷ വചനം കേട്ടപ്പോൾ സമ്പന്ന ജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിന്തുടർന്നു. ദൈവവചനം ഇന്നും അതേ ശക്തിയോടെ പ്രവർത്തിക്കുന്നു. അത് പാപിയെ വിശുദ്ധനാക്കുന്നു, നിരാശന് പ്രത്യാശ നൽകുന്നു, ഭയപ്പെടുന്നവന് ധൈര്യം നൽകുന്നു, തകർന്ന കുടുംബങ്ങളെ സൗഖ്യമാക്കുന്നു, ജീവിതത്തിന് അർത്ഥം നൽകുന്നു. എന്നാൽ വചനം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അത് കേൾക്കുകയും സ്വീകരിക്കുകയും അനുസരിക്കുകയും വേണം. ബൈബിൾ വീട്ടിൽ അലങ്കാര വസ്തുവായി സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രം പോരാ, അത് ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടണം. 3-ാം വായനയിൽ വിശുദ്ധ പൗലോസ് സുവിശേഷ പ്രഘോഷണത്തിന് മഹത്വം വ്യക്തമാക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം. സുവിശേഷ പ്രഘോഷണം പുരോഹിതന്മാരുടെയോ സന്യാസികളുടെയോ മാത്രം ദൗത്യമല്ല. സ്നാനവും സ്ഥൈര്യലേപനവും സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും സുവിശേഷ സാക്ഷിയാണ്. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ജീവിത സാക്ഷ്യങ്ങളിലൂടെയും ക്രിസ്തുവിനെ ലോകത്തിന് അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രഘോഷണം പല രൂപങ്ങളിലുണ്ട്. കുടുംബ പ്രാർത്ഥനയിലൂടെ, കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം നൽകുന്നതിലൂടെ, സോഷ്യൽ മീഡിയയുടെ ഉത്തരവാദിത്വപരമായ ഉപയോഗത്തിലൂടെ,
സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രവൃത്തികളിലൂടെ, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതിലൂടെ, സുവിശേഷം പ്രസംഗിക്കുന്നത് വേദിയിൽ നിന്ന് സംസാരിക്കുന്നത് മാത്രമല്ല, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നതും കൂടിയാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു 5-ാം സുവിശേഷമാകണം. ഇന്നത്തെ സുവിശേഷ വായനയിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങളിൽ യേശുവിൻ്റെ ഉപദേശം കേട്ട് പല ശിഷ്യരും അവിടുത്തെ വിട്ടുപോകുന്നു. യേശു 12 പേരോട് ചോദിക്കുന്നു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ വിശുദ്ധ പത്രോസ് മറുപടി പറയുന്നു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ ഉള്ളത്. ഇത് വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. ജീവിതത്തിൽ പലപ്പോഴും ദൈവവചനം നമ്മെ വെല്ലുവിളിക്കുന്നു. ക്ഷമിക്കുവാൻ, ത്യാഗം ചെയ്യുവാൻ, വിശുദ്ധമായി ജീവിക്കുവാൻ, സത്യം പറയുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ അത് നമ്മെ വിളിക്കുന്നു. ഈ വചനങ്ങൾ എല്ലായ്പ്പോഴും എളുപ്പമല്ല. ചിലപ്പോൾ അവ കഠിന വചനങ്ങൾ പോലെ തോന്നാം. എന്നാൽ പത്രോസിനെ പോലെ നാം തിരിച്ചറിയണം, യഥാർത്ഥ ജീവൻ നൽകുന്ന വചനം ക്രിസ്തുവിൻ്റെതാണ്. ലോകം പല ആശയങ്ങളും വാഗ്ദാനങ്ങളും മുൻപോട്ട് വയ്ക്കും. പക്ഷേ നിത്യജീവന്റെ വചനങ്ങൾ യേശുവിൻ്റെ പക്കലേ ഉള്ളൂ. ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രം ദൈവവചനത്തിന് കീഴടങ്ങലാണ്. പരിശുദ്ധ കന്യകാമറിയം ഇതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ്. നിന്റെ വചനം പോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന അവളുടെ മറുപടി രക്ഷാകര ചരിത്രത്തിന് തുടക്കമായി. ദൈവവചനത്തിന് കീഴടങ്ങുക എന്നത് ദൈവഹിതം സ്വീകരിക്കുക, സ്വന്തം പദ്ധതികളെക്കാൾ ദൈവത്തിൻ്റെ പദ്ധതിയെ വിശ്വസിക്കുക, പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, വചനം ജീവിതത്തിൽ നടപ്പാക്കുക എന്നുള്ളതെല്ലാമാണ്. ഇന്നത്തെ മനുഷ്യൻ പല ശബ്ദങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നത്. മാധ്യമങ്ങൾ, രാഷ്ട്രീയം, വിപണി, സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവയുടെ ശബ്ദം നിരന്തരം കേൾക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനി ആദ്യം കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ക്രൈസ്തവ കുടുംബം ഗാർഹിക ദേവാലയമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കുടുംബങ്ങളിൽ ദൈവവചനത്തിന് പ്രാധാന്യം നൽകണം. ഓരോ കുടുംബവും ചില ആത്മീയ ശീലങ്ങൾ വളർത്തണം. ദിവസവും കുറഞ്ഞത് ഒരു ബൈബിൾ വാക്യമെങ്കിലും വായിക്കുക. കുടുംബ പ്രാർത്ഥനയിൽ തിരുവചനം ഉൾപ്പെടുത്തുക. ഞായറാഴ്ച സുവിശേഷം ഒരുമിച്ച് വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക. കുട്ടികളെ ബൈബിൾ പഠിപ്പിക്കുക. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബ തീരുമാനങ്ങൾ എടുക്കുക. ബൈബിൾ തുറക്കാത്ത വീടുകളിൽ പലപ്പോഴും ആശയക്കുഴപ്പവും ആത്മീയ ശൂന്യതയും വർദ്ധിക്കുന്നു. എന്നാൽ ദൈവവചനം കേന്ദ്രസ്ഥാനത്തുള്ള കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും പ്രത്യാശയും വളരുന്നു. ഒരു സുവിശേഷ പ്രഘോഷകനാകാൻ ആഗ്രഹിക്കുന്നവർ ചില ഗുണങ്ങൾ തന്നിൽ തന്നെ വളർത്തണം. ഒന്നാമതായി പ്രാർത്ഥനാ നിഷ്ഠ. ദൈവത്തോട് സംസാരിക്കാത്തവന് ദൈവത്തെക്കുറിച്ച് ഫലപ്രദമായി സംസാരിക്കുവാനായി ആകുകയില്ല. രണ്ടാമത് വചന സ്നേഹം. ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ പ്രഘോഷകൻ. മൂന്നാമത് വിനയം. പ്രഘോഷകൻ സ്വന്തം മഹത്വമല്ല, ക്രിസ്തുവിൻ്റെ മഹത്വമാണ് അന്വേഷിക്കുന്നത്. നാലാമത് വിശ്വാസ സാക്ഷ്യം. വാക്കുകൾക്ക് മുമ്പ് ജീവിതം സംസാരിക്കണം. അഞ്ചാമത് കരുണ. യേശുവിനെ പോലെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവനാണ് ഫലപ്രദമായ സുവിശേഷ ദൂതൻ. ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മെ ഒരു നിർണായക ചോദ്യത്തിന് മുൻപിൽ നിർത്തുന്നു. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ട്? 10 കൽപ്പനകളിലൂടെ ദൈവം ജീവിതത്തിൻ്റെ വഴി കാണിക്കുന്നു. പ്രവാചകന്റെ വചനത്തിലൂടെ ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുന്നു. ഒടുവിൽ വിശുദ്ധ പത്രോസ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ പ്രഖ്യാപനമായി മാറുന്ന വാക്കുകൾ ഉച്ചരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ ഉള്ളത്. ഈ ഞായറാഴ്ച നമ്മിൽ ഓരോരുത്തരും ഒരു തീരുമാനം നമുക്കെടുക്കാം. ദൈവവചനം കൂടുതൽ വായിക്കാം, കൂടുതൽ ധ്യാനിക്കാം, കൂടുതൽ അനുസരിക്കാം, കൂടുതൽ പ്രഘോഷിക്കാം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും സമൂഹത്തിലും ദൈവവചനത്തിൻ്റെ പ്രകാശത്താൽ നവീകരണം ഉണ്ടാകും.
നാം തന്നെ സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.